നിങ്ങളെന്ത് മിണ്ടായിരിക്കുന്നത്? എവിടാ പിടിച്ചോ? അങ്ങോട്ടിരുന്നോ കുഴപ്പമില്ല. ഇവിടെ പറയൂ ഒരിക്കൽ. അടുത്ത് ദേഷ്യപ്പെടാറില്ല, ആരോടും ദേഷ്യപ്പെടാറില്ല. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും അത് അവർ സന്തോഷത്തോടെ ഇറങ്ങി പോവും. ചിരിക്കാത്ത മുഖമുള്ള ഉദ്യോഗസ്ഥരാണ്. ഒരു ബാങ്കിൽ ചെന്ന മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയുള്ള ഇടത്താണ് ഒരു സർക്കാർ ജീവനക്കാരി വ്യത്യസ്തയാകുന്നത്. യാത്രക്കാട് അടിപൊളിയായിട്ടാ പെരുമാറുന്നത്. പ്രത്യേക ശൈലിയില്ല. വളരെ സന്തോഷമുണ്ട് രേഖ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ KSRTC കണ്ടക്ടർമാരൊക്കെ കണ്ടു പഠിക്കണം ഇങ്ങനെ ഒരു ചേച്ചിയെ. യാത്രക്കാരോട് എത്രയും സ്നേഹത്തോടെ പെരുമാറാമോ അത്രയും സ്നേഹത്തോട് പെരുമാറുന്ന ഒരു നല്ല കണ്ടക്ടർ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് രേഖ എന്നാണ്. സ്ഥലം എവിടെ ചേച്ചി? സ്ഥലം കേരളപുരം. ചേച്ചി കേരളപുരമാണ്. കൊട്ടാരക്കര ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ചേച്ചിക്ക് മന്ത്രിയുടെ ഒരു പുരസ്കാരം കിട്ടി കേട്ടോ, യാത്രക്കാരോടുള്ള സമീപനത്തിൽ. ഈ ഒരു പുരസ്കാരം കിട്ടാൻ കാരണം ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ ചേച്ചിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി, അല്ലേ, സമൂഹ മാധ്യമങ്ങൾ എഴുതിയത് മന്ത്രി കണ്ട്. അങ്ങനെയാണ് ചേച്ചിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. മോനെ, മക്കളെ, ചേട്ടാ, ചേച്ചി എന്നൊക്കെ വിളിച്ചാണ് അഭിസംബോധന. നമുക്കറിയാം, നമുക്കൊരു സർക്കാർ ഓഫീസിൽ ചെന്ന ചിരിക്കാത്ത മുഖമുള്ള ഉദ്യോഗസ്ഥരാണ്. ഒരു ബാങ്കിൽ ചെന്ന മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയുള്ള ഇടത്താണ് ഒരു സർക്കാർ ജീവനക്കാരി വ്യത്യസ്തയാകുന്നത്. സാധാരണ KSRTC തന്നെ നമുക്കറിയാം, പലപ്പോഴും പല മനുഷ്യരുമായിട്ട് ഉടക്കാണ്, അല്ലേ? എന്നും ഒരു വഴക്കുണ്ടാകാത്ത ഒരു ദിവസമില്ല. അങ്ങനെയുള്ളിടത്താണ് നമ്മുടെ രേഖ ചേച്ചി വ്യത്യസ്തയാകുന്നത്. യാത്രക്കാരോട് സ്നേഹം മാത്രം. ഇങ്ങനെയുള്ള ജീവനക്കാരെയാണ് നമുക്ക് എല്ലാ മേഖലയിലും ആവശ്യം. ഇപ്പൊ എത്ര വർഷത്തെ? ഞാൻ ഇപ്പൊ ഒരു 18 വർഷമായി. 18 വർഷം. വേറൊരു കണ്ടക്ടർ ഇങ്ങനെ പെരുമാറുമ്പോഴേ അവർക്ക് ആ അനുഭവം ഉണ്ടാവരുത്. നമ്മളിങ്ങനെ പെരുമാറി അവർക്ക് അങ്ങനെ ഉണ്ടാവത്തില്ല. അതുപോലെ പിള്ളേർ കാണുമ്പോഴേ ചാടിയും കയറും. എല്ലാവർക്കും നമ്മളെ അറിയാം. എന്ന് വെച്ചാൽ കൂടുതൽ കുറേ നാളായില്ലയോ ഇത്രയും കണ്ടക്ടർമാരുണ്ട്. അവരാരും ഇങ്ങനെ ചെയ്തില്ലല്ലോ, അവർക്കാർക്കും കിട്ടിയില്ലെന്നുള്ള നിരാശയുണ്ട്. കുറിച്ച് പറയാനുള്ളത് നല്ല രീതിയിൽ ജോലി ചെയ്യും. ആരോടൊരു ദേഷ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് വരും. ആരോടും ദേഷിച്ച് പോയാലും പിന്നെ അവരായിട്ട് കൂട്ടാവും. അല്ലാതെ അവരെ വെറുപ്പിച്ചുകൊണ്ട് വണ്ടിയിൽ പോകത്തില്ല. അതും കൊച്ചു പിള്ളേരിട്ടോട്ട് ഭയങ്കര കാര്യമാണ്. ഇയാളെ കണ്ടുകൊണ്ട് മാറി നിന്ന കൊച്ചു പിള്ളേരായാലും വണ്ടിക്കകത്ത് കയറും. ആ ആൻറ്റി ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് കയറും. ആൻറ്റിയുടെ വണ്ടി പോകത്തേ ഉള്ളൂ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. എല്ലാവരും മോനെ മക്കളെന്നൊക്കെ വിളിക്കത്തേ ഉള്ളൂ. വലിയവരായിട്ടായാലും കാര്യമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ വന്ന കാലം പോലെ രേഖ കാണുന്നതാണ്. രേഖയുടെ പ്രവർത്തനവും ടിക്കറ്റ് കൊടുപ്പായാലും എന്ത് കാര്യങ്ങളായാലും ഡ്യൂട്ടിയിൽ നല്ല പെർഫെക്റ്റാണ്. നല്ല ഉത്തരവാദിത്വമാണ്. വളരെ സന്തോഷകരമായ ജോലിയും ചെയ്യുന്നു. യാത്രക്കാട് അടിപൊളിയായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ പെരുമാറുന്ന നടക്കുന്ന പ്രത്യേക ശൈലിയില്ല. ഈ സന്തോഷത്തിൻ്റെ ഇടയിലും ചേച്ചിക്കുള്ള ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ 18 വർഷമായി ജോലി ചെയ്യുന്നുണ്ട് നിറഞ്ഞ മനസ്സോടെ. പക്ഷെ ഇതുവരെ സ്ഥിരമായിട്ടില്ല. സ്ഥിരമാക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ചേച്ചി? സ്ഥിരമാക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഞങ്ങൾക്കും പറയാനുള്ള അഭ്യർത്ഥന, ഇത്രയും യാത്രക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഇങ്ങനെ ഒരു ജീവനക്കാരിയെ KSRTC സ്ഥിരപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും അത് ഇതിനൊരു കാരണമാകട്ടെ. എനിക്ക് വർഷങ്ങളായിട്ട് ഈ കണ്ടക്ടറെ എനിക്കറിയാം. വളരെ സൗമ്യമായിട്ടും വളരെ മാന്യമായിട്ടും യാത്രക്കാരോട്, എത്ര ദേഷ്യപ്പെട്ട യാത്രക്കാരോടും വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ടാണ് അത് സംസാരിക്കുകയും ടിക്കറ്റ് കൊടുക്കുകയും വളരെ സ്നേഹത്തോടെ പിന്നീട് വീണ്ടും ആ ബസ്സിൽ ഈ കണ്ടക്ടറുണ്ട് എന്ന് അന്വേഷിച്ച് കയറുന്ന യാത്രക്കാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള KSRTCയിലെ അപൂർവം ചില വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് ആ കണ്ടക്ടർ. രാത്രിയെന്നോ പകലെന്നോ ഞാൻ പലപ്പോഴും രാത്രി 9-10 മണി വരെയൊക്കെ ചിലപ്പോൾ അതിനെ ഡ്യൂട്ടി സമയങ്ങളിൽ അപ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് അത് അഭിമുഖീകരിച്ചിട്ടുള്ളത്. അത് വളരെ സന്തോഷമുണ്ട്. അതേപോലുള്ള ജീവനക്കാർ KSRTCക്ക് വളരെ വലുതാണ്, വളരെ മുതൽക്കൂട്ടാണ്. അതുപോലുള്ള ഒരു ബാക്ക് ബോണായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവും ഈ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതേപോലുള്ള ജീവനക്കാരെ നല്ലതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ KSRTCയിൽ നല്ല യാത്രക്കാരും സുഖകരമായ യാത്രയിലൂടെ കൂടുതൽ ആൾക്കാരെ കയറാനും കഴിയും.